കായംകുളം കൊറ്റംകുളങ്ങര ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. ഗ്യാസ് ടാങ്കറിന് ലീക്കില്ല എന്നത് ആശ്വാസകരമാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രഘു, എപ്പോഴാണ് ഈ അപകടം? ഇതിൻ്റെ അധികൃതരെങ്കിലും സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, ഉറപ്പല്ലേ? അങ്ങനെ അപകടത്തിന്റെയോ ആശങ്കപ്പെടേണ്ടയോ സാഹചര്യമില്ല. രാവിലെ 6:45 കൂടിയായിരുന്നു അപകടം. മംഗലാപുരത്ത് നിന്ന് പാരിപ്പള്ളിയിലെ IOC ബോട്ട്ലിംഗ് പ്ലാന്റിലേക്ക് പാചകവാതകവുമായി പോയ വലിയ ക്യാപ്സ്യൂളാണ് മറിഞ്ഞത്. ഈ ദേശീയപാത നിർമ്മാണമൊക്കെ നടക്കുന്നത് കൊണ്ട് പലയിടത്തും റോഡിന് നില വ്യത്യാസമൊക്കെ ഉണ്ട്, നിരപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെട്ടതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ദേശീയപാതയിൽ നിന്ന് വണ്ടി ഇടതുവശത്തേക്ക് പൂർണ്ണാർത്ഥത്തിൽ അങ്ങ് മറിയുകയായിരുന്നു. വേഗം തന്നെ കായംകുളത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി. ഇന്ന് മാത്രമല്ല, ജില്ലയിൽ മുഴുവൻ വലിയ അലർട്ടും നൽകിയിരുന്നു. ഫയർഫോഴ്സ് എത്തി പരിശോധിച്ചപ്പോൾ ഇതിന് ലീക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം 18 ടൺ പാചകവാതകമായിരുന്നു ആ ക്യാപ്സ്യൂളിൽ ഉണ്ടായിരുന്നത്. ചോർച്ചയൊക്കെ ഉണ്ടായാൽ മുൻപ് പലതവണ നമ്മൾ കണ്ടിട്ടുള്ള അത്തരത്തിൽ വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. IOCയുടെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഇത് പൂർണ്ണാർത്ഥത്തിൽ ഇവിടെ നിന്ന് മാറ്റുക. ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചില നിയന്ത്രണങ്ങളുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നും നിലവിലില്ല.